നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന ചാലിയം മാലിക് ബിൻ ദിനാർ മസ്ജിദ് എന്ന പുഴക്കര പള്ളി പരിശുദ്ധ റമദാനിലെ വ്രതശുദ്ധിയിൽ പ്രാർത്ഥനാ നിർഭരമായി. നിരവധി സഞ്ചാരികളും വിശ്വാസികളുമാണ് ദിനംപ്രതി ഈ പള്ളി സന്ദർശിക്കാൻ എത്തുന്നത്. നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ കോഴിക്കോടിന്റെ സാംസ്കാരിക സമന്വയ കേന്ദ്രങ്ങളിലൊന്നായി മാലിക് ബിൻ ദിനാർ പള്ളി മാറും. അറബിക്കടലും ചാലിയാറും സംഗമിക്കുന്ന പ്രകൃതിരമണീയമായ ചാലിയം തീരത്താണ് മാലിക് ബിൻ ദിനാർ മസ്ജിദ് എന്ന പുഴക്കര പള്ളി സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിൽ നിന്നും ഇസ്ലാം മതപ്രബോധത്തിനായി കേരളത്തിലെത്തിയ മാലിക് ബിൻ ദിനാറും സംഘവും സ്ഥാപിച്ച പ്രശസ്തമായ 10 പള്ളികളിലൊന്നാണ് ചാലിയത്തെ മാലിക് ബിൻ ദിനാർ മസ്ജിദ്. അതിഥി ദേവോ ഭവ എന്ന സംസ്കാരം പുലർത്തിപ്പോന്ന അക്കാലത്തെ നാട്ടുരാജാക്കന്മാർ പള്ളി നിർമ്മാണത്തിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തിരുന്നു. പോർച്ചുഗീസ് അധീനതയുടെ കാലത്ത് ഈ പള്ളി പൂർണ്ണമായും പൊളിച്ചു മാറ്റുകയും പള്ളിയുടെ കല്ലുകളും മറ്റും ചാലിയത്ത് കോട്ട നിർമ്മിക്കുന്നതിന് പോർച്ചുഗീസുകാർ ഉപയോഗിക്കുകയും ചെയ്തു. പിന്നീട് സാമൂതിരി പടത്തലവനായ കുഞ്ഞാലിമരക്കാരുടെ സഹായത്തോടെ പോർച്ചുഗീസുകാരെ പ്രസിദ്ധമായ 1571 ചാലിയം യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും ചാലിയം കോട്ട നിശ്ശേഷം തകർക്കുകയും ചെയ്തു. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഭരണം ഉപേക്ഷിച്ച് മക്കയിലേക്ക് പോയ ചേരമാൻ പെരുമാളിൻ്റെ കത്തുമായിട്ടാണ് മാലിക് ദിനാർ സംഘം കേരളത്തിലേക്ക് മതപ്രബോധനാർത്ഥം വരുന്നത്. മാലിക് ദിനാറും അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള ഹബീബിൻ മാലിക് ആണ് ചാലിയത്ത് 5 വർഷം താമസിച്ച് പുഴക്കര പള്ളി എന്ന് പറയുന്ന നമ്മുടെ ഈ പള്ളി മസ്ജിദ് എടുക്കുന്നത്. ഇതിൻ്റെ 70 കോല് നീളവും 40 കോല് വീതിയുമായിരുന്നു ആദ്യത്തെ പള്ളിയുടെ വിസ്തീർണം. ജാഫർ ബിൻ സുലൈമാനായിരുന്നു ആദ്യത്തെ ഖാദി. മാലിക് ബിൻ ഹബീബ് ഇവിടെ 5 വർഷം താമസിച്ചിരുന്നു. കല്ലൂർ, അതുപോലെ കാസർഗോഡ്, ധർമ്മടം എന്നീ സ്ഥലങ്ങളിൽ അദ്ദേഹം പള്ളികൾ സ്ഥാപിച്ച് മതപ്രബോധനം നടത്തിയിരുന്നു. അക്കാലത്തെ ഉണ്ടായിരുന്ന സാമൂതിരി 1531 ഈ പള്ളി പോർച്ചുഗീസുകാർ അഗ്നിക്കിരയാക്കുന്നതും ഇതിലെ കല്ലച്ചുപലകൾ ലിസ്ബണിലേക്ക് നാടുകടത്തുകയും ചെയ്തു. കോട്ടയുടെ കല്ലുകളും മറ്റും ഉപയോഗിച്ച് പള്ളി പുനർനിർമ്മിച്ചു. ആ പള്ളിയാണ് ഇപ്പോഴുള്ള പുഴക്കര പള്ളി എന്ന മാലിക് ബിൻ ദിനാർ മസ്ജിദ്. ഏറെ കൗതുകമുണർത്തുന്നതാണ് ഇവിടുത്തെ നിഴൽ ഘടികാരം. സിമന്റ് കൊണ്ട് വൃത്താകൃതിയിൽ നിർമ്മിച്ച് നടുവിൽ ശംഖു എന്നു പേരുള്ള ഒരു കമ്പ് നാട്ടി അതിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു പഴയകാലത്ത് 5 നേരത്തെ നമസ്കാര സമയം കണക്കാക്കിയിരുന്നത്. ഇന്നും ഈ സമയമാപിനി കേടുകൂടാതെ സൂക്ഷിച്ചു വരുന്നു. ദിനംപ്രതി നിരവധി സഞ്ചാരികളും വിശ്വാസികളുമാണ് പള്ളി സന്ദർശിക്കുന്നതിനായി ഇവിടെ എത്തുന്നത്. റമസാൻ നോമ്പ് തുടങ്ങിയതോടെ പ്രാർത്ഥനയ്ക്കും നോമ്പ് തുറക്കുമായി നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. AP അബ്ദുൽ കരീം ഹാജി പ്രസിഡന്റും EM അബ്ദുൽ അസീസ് സെക്രട്ടറിയുമായ ചാലിയം ജംഇയ്യത്ത് സംഘമാണ് പള്ളിയുടെ നടത്തിപ്പ് നിർവഹിച്ചു വരുന്നത്. പുഴക്കര പള്ളി എന്നറിയപ്പെടുന്ന ഈ പുരാതന പള്ളി പുനരുദ്ധാരണത്തിന് വേണ്ടി കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പ് 1 കോടിയോളം രൂപ വകയിരുത്തി അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഔപചാരികമായ പ്രവൃത്തി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അവർ നിർവഹിക്കുകയുണ്ടായി. നൂറ്റാണ്ടുകളുടെ പൈതൃകവും പാരമ്പര്യവുമുള്ള മസ്ജിദിന്റെ പൈതൃകം നിലനിർത്തി പുനരുദ്ധാരണ പ്രവർത്തനം നടത്തുന്നതിനും ചുറ്റുപാടും മോടി കൂട്ടുന്നതിനുമായി സംസ്ഥാന ടൂറിസം വകുപ്പ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പ്രവൃത്തിയുടെ ഉദ്ഘാടനം മന്ത്രി PM മുഹമ്മദ് റിയാസ് കഴിഞ്ഞ മാസം നിർവഹിച്ചിരുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റിക്കാണ് നവീകരണ പ്രവർത്തനങ്ങളുടെ ചുമതല. 1 വർഷം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നവീകരണ പ്രവർത്തികൾ പൂർത്തിയാകുന്നതോടെ കോഴിക്കോടിന്റെ സാംസ്കാരിക സമന്വയ കേന്ദ്രങ്ങളിലൊന്നായി മാലിക് ബിൻ ദിനാർ മസ്ജിദ് മാറും. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്.